വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൂക്കാട്ടുപടി എടപ്പള്ളി ബസ് റൂട്ടിൽ പൂക്കാട്ടുപടി ജംഗ്ഷന് വളരെ അടുത്തായി ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് 3 സെന്റ് ലാൻഡ് ഏരിയയിൽ 1570 സ്ക്വയർ ഫീറ്റിലാണ് വന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഫ്രണ്ട് എലിവേഷനും സൈഡ് എലിവേഷനും ഈ വീടിന് ലഭിക്കുന്നതാണ്. ഫ്രണ്ട് എലിവേഷനിൽ 2 ബാൽക്കണിയും കാണാം. കൂടാതെ അത്യാവശ്യം സ്പോട്ട് ലൈറ്റും വളരെ മനോഹരമായ ഒരു കളർ കോമ്പിനേഷനുമാണ് ഫ്രണ്ട് എലിവേഷനും സൈഡ് എലിവേഷനും വന്നിരിക്കുന്നത്. 4 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് റോഡിൽ തിരിച്ചിരിക്കുന്നത്. ടാർ റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടിലായിട്ടാണ് ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത്. വളരെ ഭംഗിയായി ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാളാണ് ഈ വീടിന് ഉള്ളത്. CNC കട്ടിംഗ് ഷീറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കോമ്പൗണ്ട് വാൾ വന്നിരിക്കുന്നത്. 4.7 മീറ്റർ ആണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റിലും CNC കട്ടിംഗ് ഒക്കെ ഉൾപ്പെടുത്തി വുഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഗേറ്റ് വന്നിരിക്കുന്നത്. ഗേറ്റിനോട് ചേർന്ന പില്ലറുകളിൽ ലൈറ്റ് ഉൾപ്പെടുത്തുവാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലായിട്ടാണ് ഉള്ളത്. ഏകദേശം 15 അടിയോളം നീളവും 8.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ എൻഡിലായി വന്നിരിക്കുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. ഏകദേശം 6 അടിയോളമാണ് ഇവിടുത്തെ വെട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്പേസ് 2 വീലർ പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു ഡോർ വന്നിരിക്കുന്നത്. നമുക്ക് ഇതൊരു കോർട്ട്യാർഡ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വരുന്നത്. ഈ ഒരു എൻഡിലായിട്ടാണ് നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 2 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 9 അടിയിലേറെ നീളവും 4.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷൂ റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സീറ്റിംഗ് യൂണിറ്റ് കൊടുക്കുകയോ ചെയ്താൽ 5-6 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു എൻഡിലായിട്ട് നൽകിയിരിക്കുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ സൈഡ് എലിവേഷനോട് മാച്ച് ചെയ്യുന്ന അതേ ടെക്സ്ചർ വർക്കുകളാണ് ഈ ഒരു പില്ലറിനും നൽകിയിരിക്കുന്നത്. തെക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മഹാഗണിയിൽ 2 പാളികളായിട്ട് ഭംഗിയുള്ള ഹാൻഡിലൊക്കെ കൊടുത്ത് പാനലിംഗ് സഹിതമാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസ് വരുന്നത്. 12 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലിപ്പമുള്ളൊരു വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ അത്യാവശ്യം ഡക്കർ സ്പേസും സ്റ്റോറേജ് സ്പേസും മുകളിലും നൽകിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് സീലിംഗ് വർക്കും വന്നിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസ് വരുന്നത്. 10.5 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിനുള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഡബിൾ ഹൈറ്റ് പോർഷനിൽ വളരെ ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആ സ്പേസും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് പുറത്തേക്കൊരു ഡോറ് കൂടി നൽകിയിട്ടുണ്ട്. ഡോറിൻ്റെ ഇരുവശത്തുമായിട്ട് വലിയ 2 വിൻഡോകളും നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്പേസിൽ ഭംഗിയുള്ള ഒരു കോർട്ട്യാർഡൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ പോർഷനും ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്.
അതുപോലെ തന്നെ ഈ ഒരു ഡോറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വോളിലായിട്ട് ഒരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് നമുക്ക് ഈ ഒരു വീടിനുള്ളിലേക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും വി ഗാർഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലായിടത്തും ഗ്ലോസി ടൈലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഭംഗിയുള്ള പാനലിംഗ് വന്നിട്ടുണ്ട്. പാനലിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ഡെക്കർ സ്പേസും സ്റ്റോറേജ് സ്പേസും ഒക്കെ നൽകി ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. 10 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ നൽകിയിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 3 ലെയറായി വളരെ ഭംഗിയായി ചെയ്ത കബോർഡ് വർക്കുകളും കാണാം. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലിപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് അത്യാവശ്യം ഓപ്പൺ ബോക്സ് നൽകിയിട്ടുണ്ട്. ഓപ്പൺ ബോക്സിനുള്ളിലും സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് സീലിംഗും വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് വരുന്നത്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് വലിപ്പമുള്ള ഒരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ വലിപ്പമുള്ള ഒരു വാൾറൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. ആസ്ട്രൻ്റെ ഡൈവേർട്ടറാണ് വന്നിരിക്കുന്നത്. കൂടാതെ സെറയുടെ വാട്ടർ ക്ലോസറ്റ് ആണ് വരുന്നത്. ആസ്ട്രൻ്റെ ഫ്ലഷിംഗ് ടാങ്കാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ എക്സ്ഹോസ്റ്റ് ഫാനിനുള്ള പോർഷൻ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വോളിലായിട്ട് ബ്രൗൺ കളറിലുള്ള ഒരു ടെക്സ്ചർ വർക്കും നൽകിയിട്ടുണ്ട്. കൂടാതെ ഭംഗിയുള്ള ഒരു വാൾ ലൈറ്റും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. അവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. 12 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ട് ഭംഗിയുള്ള ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയായി സ്റ്റോറേജ് സ്പേസും കൂടാതെ അത്യാവശ്യം ഡെക്കർ സ്പേസ് വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ് സ്പേസിൽ നിന്ന് കണ്ട് ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഞാൻ അവിടെ പറഞ്ഞിരുന്നു മുകളിലായിട്ട് ഒരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോ ആണെന്നുള്ളത്. TV യൂണിറ്റിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ആ സ്റ്റെയറിലേക്കുള്ള ഓപ്പണിംഗ് ആണ് ഇവിടെയായിട്ട് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു UPVC ഡോർ വന്നിട്ടുണ്ട്. ഈ ഡോറിൽ നിന്ന് ചെറിയൊരു ബാൽക്കണിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അത്യാവശ്യം സീലിംഗ് ഒക്കെ ചെയ്ത് പാനലിംഗ് വന്നിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സീലിംഗ് ലൈറ്റ് പ്രൊഫൈൽ ലൈറ്റും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലിപ്പമുള്ളൊരു സോഫ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പർ ലിവിങ്ങിൽ നിന്ന് ഈ ഒരു പാസേജിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് സീലിംഗ് വർക്കുകളും വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ ഒരു വലുപ്പമുള്ള വാൾറൂമും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ വാഷ് കൗണ്ടറാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ഈ ഒരു ബാത്റൂമിന് ആസ്റ്ററിൻ്റെ ഡൈവേർട്ടറും ആസ്റ്ററിൻ്റെ ഫ്ലഷിംഗ് സിസ്റ്റവുമാണ് വരുന്നത്. സെറയുടെയാണ് വാട്ടർ ക്ലോസറ്റ് വന്നിരിക്കുന്നത്. കൂടാതെ ഹീറ്റിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനുള്ള പോർഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. 14 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലിപ്പമുള്ള ഒരു വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭംഗിയുള്ളൊരു ഡിസൈൻ നൽകി സിലിണ്ടറിക്കൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണർ ലൈറ്റ് വലിപ്പമുള്ള ഒരു 3 ഡോർ വാൾറൂമും നൽകിയിട്ടുണ്ട്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയും ആസ്ട്രലിൻ്റെ ഡൈവേർട്ടറാണ് വന്നിരിക്കുന്നത്. കൂടാതെ സെറയുടെ വാട്ടർ ക്ലോസറ്റും ആസ്ട്രലിൻ്റെ ഫ്ലഷിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണി വരുന്നത്. 11.5 അടിയിലേറെ നീളവും 7 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ MS ചെയ്തിരിക്കുന്നത്. വുഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഹാൻഡ് റെയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്ന പില്ലർ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് തന്നെയാണ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പാനലിംഗ് ഒക്കെ കൊടുത്ത് സിലിണ്ടറിക്കൽ ലൈറ്റും സീലിംഗ് ലൈറ്റും ഭംഗിയായിട്ട് തന്നെയാണ് സീലിംഗും ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്റർ, പൂക്കാട്ടുപടിയിലേക്ക് 700 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ, കാക്കനാടേക്ക് 9 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 7 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 8.5 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 3 സെന്റ് സ്ഥലത്ത് 1570 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 68 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ലോൺ ഫെസിലിറ്റിക്കും അതുപോലെ നിങ്ങളുടെ വീടുകൾ സെയിലിനായിട്ടുണ്ടെങ്കിൽ അത് പരസ്യം ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.